ലൈഫ്, ജീവൻ അതൊരു സ്ട്രഗിൾ തന്നെയാണ്. ചുറ്റുപാടുകളോട് പോരാടി തന്നെ വേണം നിലനിൽക്കുവാൻ. സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ചുറ്റുപാടുകളോട് ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ജീവിവർഗ്ഗങ്ങൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഒരു കാലത്ത് നമ്മൾ മനുഷ്യവർഗം ഒറ്റയ്ക്കായിരുന്നില്ല, വേറെയും ചിലരുണ്ടായിരുന്നു നമ്മുടെ കുടുംബത്തിൽ. അവരിൽ ചിലർ നമ്മളെക്കാൾ വളരെ മുൻപിലുമായിരുന്നു. തീയുടെ ഉപയോഗം ആദ്യമായി മനസ്സിലാക്കിയത് ഹോമോ എറക്ടസ് ആയിരുന്നു. ഇവർ തന്നെയായിരുന്നു ഭൂമിയിൽ ഏറ്റവും അധികം കാലം സർവേ ചെയ്ത മനുഷ്യവർഗവും. ഇവർക്കും ഇവർക്ക് ശേഷവും വന്ന പല വിഭാഗത്തിലും കൃഷിയെക്കുറിച്ച് ഒരറിവും ഉണ്ടായിരുന്നില്ല. ഓസ്ട്രലോപിഥെക്കസ് പോലുള്ളവ പഴങ്ങളും മറ്റ് കായകളും വേരുകളും മാത്രമാണ് ഭക്ഷിച്ചിരുന്നത്. പക്ഷേ ഭൂമിയിലെ കാലാവസ്ഥ തണുത്തു വരുന്നതനുസരിച്ച് ഭക്ഷണക്ഷാമവും അനുഭവപ്പെട്ടു തുടങ്ങി. തണുപ്പ് കൂടിയ കാലാവസ്ഥയിൽ ചിലവ അവയുടെ ഡയറ്റിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തി. മാംസം അതിലൊരു പ്രധാന ഘടകമായിരുന്നു. അതിന്റെ തുടർച്ചയായി മൃഗങ്ങളുമായി കൂടുതൽ സമ്പർക്കത്തിൽ വരികയും അവയുടെ കൂടുതൽ ഉപയോഗങ്ങൾ മനസ്സിലാക്കി. അതോടെ ഒരു പുതിയ മുന്നേറ്റത്തിന് തുടക്കമായി. ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്. വെൽക്കം ടു മോഷൻ ബുക്സ്. ഇറ്റ്സ് ഇൻഫോ ടൈം. മനുഷ്യൻ ഒരു കാലത്ത് ഭക്ഷ്യശൃംഖലയിൽ വളരെ താഴെയായിരുന്നു. അവൻ മറ്റു മൃഗങ്ങളെ വളരെയധികം ഭയന്നാണ് ജീവിച്ചിരുന്നത്. മറ്റു മൃഗങ്ങൾ അവശേഷിപ്പിച്ചു പോകുന്ന ഭക്ഷണം മാത്രമാണ് അവന് ലഭ്യമായത്. ഇതിൽ ഭൂരിഭാഗവും എല്ലുകൾ ആയിരുന്നു. പക്ഷെ ഉപകരണങ്ങളെക്കുറിച്ചുള്ള അറിവ് വളരെയധികം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം അവന് ലഭ്യമാക്കി. എല്ലുകളിലെ മജ്ജ ഇതവന്റെ മസ്തിഷ്കത്തിന്റെ വളർച്ചയെ കാര്യമായി സ്വാധീനിക്കും. ചിന്താശേഷി വർദ്ധിക്കുന്നതനുസരിച്ച് ചുറ്റുപാടുകളെ അവൻ അനുയോജ്യമാക്കി മാറ്റുവാൻ തുടങ്ങി. അതിൽ പ്രധാനമായ ഒന്നാണ് മൃഗപരിപാലനം അഥവാ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്. മൃഗങ്ങളെ പരിപാലിക്കുന്നതിൽ നിന്ന് പല കാര്യങ്ങളും നേടുന്നുണ്ട്. പാൽ, മുട്ട, മാംസം, തുകൽ എന്നുവേണ്ട ചിലവയെ നമ്മൾ ആനന്ദത്തിനു വേണ്ടിയും വളർത്താറുണ്ട്. ആദ്യമായി മനുഷ്യനോട് ഇണങ്ങിയ ജീവി നായയാണ്. ഇന്ന് കാണുന്ന ചെന്നായ്ക്കളുടെയും നായ്ക്കളുടെയും പൂർവികർ ഒന്നാണ് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും വൈൽഡായ നേച്ചറുള്ള ഒരു ജീവി എങ്ങനെ മനുഷ്യനോട് ഇണങ്ങി എന്ന ചോദ്യം ഒരു വലിയ ചർച്ചയ്ക്ക് നയിക്കുന്നു. മനുഷ്യൻ നായയെ ഇണയ്ക്കോ അതോ നായ മനുഷ്യനെ ഇണയ്ക്കോ? അതിനായി നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യേണ്ടത്. മനുഷ്യൻ ഭക്ഷണത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി മൃഗങ്ങളെ വളർത്തുവാൻ പിന്നെയും കാലങ്ങളെടുത്തു. BC 10,000 അടുത്ത് ഇന്ന് ഇറാൻ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലാണ് ഇത് ആദ്യമായി സംഭവിച്ചത്. ഇംഗ്ലീഷിൽ ഗോട്ട് എന്ന് വിളിക്കുന്ന കൊമ്പുള്ള ഒരു തരം ആടുകൾ സാഗ്രോസ് മലരിൽ കാണപ്പെടുന്ന ഒരു തരം വലിയ കൊമ്പുള്ള ബസാവോർ ഐബെക്സ് എന്ന ജീവിയിൽ നിന്നാണ് പരിണമിച്ചതെന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം ചൈനയിലും വെസ്റ്റേൺ ഏഷ്യയിലും എല്ലാം മാംസത്തിനും മറ്റ് ചില ആവശ്യങ്ങൾക്കുമായി പന്നികളെ വളർത്തുവാൻ തുടങ്ങി. ഈ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരുതരം വൈൽഡ് ബോറിൽ നിന്നാണ് ഇവ വേർതിരിഞ്ഞു വന്നത്. ഇതേ സമയം തന്നെ അനറ്റോളിയയിലും ഇറാൻ ഉൾപ്പെടുന്ന ഭാഗങ്ങളും മറ്റൊരു തരം ആട് പരിണമിച്ചു വന്നു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ആദ്യം പറഞ്ഞ ഗോട്ടും ഇപ്പോൾ പറഞ്ഞ ഷീപ്പും ഇവ രണ്ടും കണ്ടാൽ ഒരുപോലെ ഇരിക്കുമെങ്കിലും വ്യത്യസ്ത സ്പീഷീസ് ആണ്. ഇവയുടെ പൂർവികർ ഏതെന്ന് കൃത്യമായ അറിവില്ലെങ്കിലും ചിലർ അർമേനിയൻ മഫ്ലോൺ എന്ന് അവകാശപ്പെടുന്നു. അതിനുശേഷം 1000 വർഷങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലും യൂറോപ്പിലും പാലിനും മാംസത്തിനും തുകലിനും ഒക്കെയായി പശുക്കളെ വളർത്താൻ തുടങ്ങി. ഇത് 2 വിഭാഗമായാണ്. യൂറോപ്യൻ കാറ്റിൽ, പിന്നെ സെബു എന്നു പേരുള്ള ഇന്ത്യൻ കാറ്റിൽ. ഒരു കാലഘട്ടത്തിൽ ഇവയെ കറൻസി ആയി പോലും ഉപയോഗിച്ചിരുന്നു. ഇന്ന് ലോകത്തിൽ ആകെയുള്ളതിൽ 30% പശുക്കളും ഇന്ത്യയിലാണുള്ളത്. അതായത് ഇന്ന് കാറ്റിൽ കറൻസി ഉണ്ടായിരുന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യം ഇന്ത്യ ആയേനെ. ഔറോക്സ് എന്ന ഭീമാകാരിൽ നിന്നാണ് ഇവ പരിണമിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. പിന്നീട് ആഫ്രിക്കയിൽ പൂച്ചകളെ ഇണക്കിയെടുത്തു. ഏകദേശം BC 6000 ആയപ്പോഴേക്കുമാണ് മനുഷ്യൻ കോഴികളെ വളർത്താൻ തുടങ്ങിയത്. ഇന്ത്യയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും കാണപ്പെടുന്ന പറക്കാൻ കഴിവുള്ള റെഡ് ജംഗിൾ ഫൗൾ ആണ് ഇന്നുള്ള കോഴികളുടെ പൂർവികരെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ രസകരമായ ഒരു കാര്യം, ഇവയെ ഇന്നത്തെ പോലെ അന്ന് ഭക്ഷണത്തിനല്ല ഉപയോഗിച്ചിരുന്നത്. പകരം വളരെ കാലത്തോളം കോഴിപ്പോരിനായിരുന്നു ഉപയോഗിച്ചിരുന്നത്. BC 5000 കഴുതുകളെ ആഫ്രിക്കയിലും 4000 ചൈനയിൽ താറാവിനെയും ഇണക്കി വളർത്തുവാൻ തുടങ്ങി. 4000 തന്നെയാണ് ഇന്ത്യയിലും മറ്റും എരുമകളെയും വളർത്തുവാൻ തുടങ്ങിയത്. അറേബ്യയിലും ആഫ്രിക്കയിലും ഒട്ടകങ്ങളെ മെരുക്കിയെടുത്തു. പിന്നീട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ തേനീച്ച കൃഷി ഏതാണ്ട് ഈ സമയത്തിൽ നിലവിൽ വന്നു. BC 3500 ആയപ്പോഴേക്കും മധ്യ ഏഷ്യയിൽ കുതിരകളെ ഇണക്കിയെടുത്തു. ഇത് മനുഷ്യ സംസ്കാര വളർച്ചയുടെ വേഗം വളരെയധികം കൂട്ടി. ചൈനയിൽ പട്ടുനൂൽ പുഴുക്കളെ കൃഷി ചെയ്യാൻ തുടങ്ങിയത് BC 3000 ഇത് സിൽക്ക് റൂട്ടിന് വഴിവെച്ചു.
പിന്നീട് മനുഷ്യൻ ധാരാളം മൃഗങ്ങളെയും പക്ഷികളെയും ഇണക്കിയെടുത്തു. മനുഷ്യ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന പല മൃഗങ്ങളും പക്ഷികളും മനുഷ്യനോടടുത്തത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെയാണ്. അതായത് മനുഷ്യ സംസ്കാരം വളരെ പിന്നിൽ ആയിരുന്നപ്പോൾ തന്നെ ഇവയെല്ലാം നമ്മളോടൊപ്പം തന്നെ ഉണ്ട്. ഇന്ന് ഭൂമിയിൽ മറ്റ് മനുഷ്യവർഗ്ഗങ്ങൾ ഇല്ലാതായി ഹോമോ സാപ്പിയൻസ് മാത്രം നിലനിൽക്കുന്നു എങ്കിൽ അതിൽ ഈ മൃഗങ്ങളുടെ പങ്ക് എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. മനുഷ്യൻ ഓരോ പ്രദേശങ്ങളിലേക്കും കുടിയേറുമ്പോൾ അവൻ തന്റെ പ്രിയപ്പെട്ട അരുമകളെ കൂടെ കൂട്ടി. അങ്ങനെ അവ മറ്റു പ്രദേശങ്ങളും കീഴടക്കി. ഇന്ന് നമ്മൾ മറ്റ് ഗ്രഹങ്ങളിലേക്കും കുടിയേറുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവയെ നമുക്ക് കൂടെ കൂടാൻ പറ്റുമോ? അങ്ങനെ ഒരു യാത്രയ്ക്ക് അവസരം കിട്ടിയാൽ നിങ്ങൾ നിങ്ങളുടെ അരുമകളെ കൂടെ കൂട്ടുമോ, അതോ ഭൂമിയിൽ ഉപേക്ഷിക്കുമോ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.